ഈ ലോകത്തെ ഏറ്റവും വലിയ അൾട്ടിമേറ്റ് ലക്ഷറി, ഇവിടുത്തെ സാധ്യമായതെല്ലാം, എല്ലാ സുഖസൗകര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ അള്ളാഹുവിനെ മാത്രം ഒരു സൃഷ്ടാവ് ഈ പ്രപഞ്ചത്തിനുണ്ട് എന്ന് മനസ്സിലാക്കാൻ അവർക്ക് സാധിച്ചില്ല, അല്ലെങ്കിൽ അതിന് ചെവി കൊടുത്തില്ല. അങ്ങനത്തെ ആളുകൾ യുതാബി അൻഅമി റജുലിൻ മിൻ അഹ്ലി ദുനിയ വഹുവ മിൻ അഹ്ലിന്നാർ. ആള് വലിയ കോടീശ്വരനാണ്, മില്യനെയറോ ബില്യനെയറോ ആണ്, പക്ഷേ നരകത്തിലേക്ക് പോകേണ്ട ആളാണ്. കാരണം അദ്ദേഹം ജീവിതത്തിൽ ഒരു മനുഷ്യൻ ചെയ്യേണ്ട ഏറ്റവും വലിയ ധർമ്മം സ്വന്തം മാതാപിതാക്കളെ അറിയുന്ന പോലെ തന്നെ പടച്ചവൻ ആരാണ്, ആ സൃഷ്ടാവിനെ നമിക്കേണ്ടവനാണ്. ആ ഒരു ബേസിക് ഗ്രാറ്റിറ്റ്യൂഡ്, പടച്ചതമ്പുരാനോട് ചെയ്യേണ്ട അടിസ്ഥാനപരമായ നന്ദി ചെയ്യാൻ പറ്റാത്ത ആളുകൾ തീർച്ചയായും അള്ളാഹുവിൻ്റെ ശിക്ഷ അനുഭവിക്കേണ്ടവരാണ്. പ്രപഞ്ചത്തിന് പടച്ചവൻ ഒരു സൃഷ്ടാവില്ല എന്ന് പറയുകയോ, നമ്മളൊരു ഒരു ഒരു ഫോൺ എടുത്തു കഴിഞ്ഞാൽ അത് ആപ്പിൾ ആവട്ടെ, സാംസങ് ആവട്ടെ, ഓപ്പോ ആകട്ടെ, വിവോ ആവട്ടെ, ഏത് കമ്പനി ആവട്ടെ, ഇത് ആരുണ്ടാക്കിയെന്ന് ചോദിച്ചാൽ ഉടനെ പറയുന്നത് അത് ഇന്ന കമ്പനിയുണ്ട്, സാംസങ് ഉണ്ടാക്കിയതാണ്. നിങ്ങൾ കണ്ടതാണോ? കണ്ടിട്ടൊന്നുമില്ല. സാംസങ്ങിൻ്റെ ഫാക്ടറി എവിടെ നിന്നുണ്ടാക്കിയതാ? കൊറിയയിൽ നിന്നുണ്ടാക്കിയതാണോ? ചൈനയിലാണോ മാനുഫാക്ചറിങ് നടന്നത്? അങ്ങ് ചെക്കോസ്ലോവാക്യയിലാണോ? നമുക്കതൊന്നും അറിയില്ല. ആരാണ് അതിൻ്റെ കൃത്യമായി ഡിസൈനിങ് ചെയ്തത് അറിയില്ല. പക്ഷെ അത് വെറുതെ വന്നതാണോ നിങ്ങളുടെ കയ്യിൽ? ഒരിക്കലുമല്ല. someone has manufactured. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ എനിക്ക് വിശ്വസിക്കാൻ പ്രയാസമുണ്ടോ? ഇത് വെറുതെ മുളച്ചുണ്ടായതാണോ? അല്ല, ഒരിക്കലുമല്ല. ഒരുപാട് സോഫ്റ്റ്വെയറുകൾ അതിലേക്ക് വേണം, ഒരുപാട് പ്രോഗ്രാമുകൾ അതിലേക്ക് വേണം, ഒരുപാട് അതിസങ്കീർണമായ വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് നെറ്റ്വർക്കിംഗ് അതിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കണം. ഇത് വെറുതെ അങ്ങോട്ട് ഉണ്ടാവില്ല. ഇതൊരാൾ ഉണ്ടാക്കിയത് ആണെന്ന് നിർബന്ധമാണ്. ആളെ നീ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. സ്റ്റീവ് ജോബ്സിനെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ കമ്പനിയാണ് മാനുഫാക്ചറിങ് ചെയ്തത് എന്ന് നിങ്ങളങ്ങ് വിശ്വസിച്ചു. കാണണം നിർബന്ധമല്ല. ഈ പ്രപഞ്ചവും ഈ ചെടിയും ഈ പൂക്കളും ഈ അന്തരീക്ഷവും മനോഹരമായ ഈ രാത്രിയും മിന്നി തിളങ്ങുന്ന താരസമൂഹങ്ങളും നിവർന്നു നിൽക്കുന്ന ചെടികളും ജന്തുജാലങ്ങളും അതിസൂക്ഷ്മമായി നമ്മുടെ കണ്ണുകൾക്ക് പോലും കാണാൻ കഴിയാത്ത അതിസൂക്ഷ്മമായ ജീവജാലങ്ങൾ, ജീവഗണങ്ങൾ നമ്മുടെ ഈ വായുവിൽ നമ്മുടെ ശ്വസിക്കുന്ന നമ്മുടെ ശ്വാസത്തിലൂടെയൊക്കെ കടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതങ്ങ് വെറുതെ ഉണ്ടാകുമോ? ഒരിക്കലുമില്ല. മനുഷ്യൻ്റെ ഹ്യൂമൻ ബ്രെയിൻ അതിസങ്കീർണമാണ്. എത്ര വലിയ ഫോണിൻ്റെ മെച്ചം നമ്മൾ iPhone 15 Pro Max നമ്മൾ അപ്പോൾ പുതിയ ഇനി 16 വരും, 20 വരും, 25 വരും, 30 വരും, 50 വരും. കമ്പനികൾക്ക് ഇറക്കിക്കൊണ്ടേയിരിക്കേണ്ട, അവർക്ക് മാർക്കറ്റിംഗ് ചെയ്യണം, പൈസ ഉണ്ടാക്കണം, അത് ഇറങ്ങിക്കൊണ്ടിരിക്കും. നമ്മൾ പറയും വാവ്, വണ്ടർഫുൾ, വളരെ മനോഹരമാണ്. ഇതിനേക്കാളും എത്ര മനോഹരമാണ് ഇതുണ്ടാക്കിയ ബ്രെയിൻ, മനുഷ്യൻ്റെ ഹ്യൂമൻ ബ്രെയിൻ. നമ്മൾ ചിന്തിക്കാറുണ്ടോ? ഈ തലച്ചോറ് ഇത് കോപ്പറല്ല, ഇതിൻ്റെ ഉള്ളിലുള്ളത് മെറ്റലല്ല, മാംസമാണ്, പേശികളാണ്, കോശങ്ങളാണ്, ടിഷ്യൂകളാണ്. അതിൻ്റെ ഉള്ളിൽ ഇലക്ട്രോ മാഗ്നറ്റിക് സിഗ്നലുകൾ കടത്തിക്കൊണ്ടുപോയി ഇൻഫോർമേഷൻ പ്രോസസ്സ് ചെയ്യാൻ കഴിയുന്ന വിധം മനുഷ്യൻ്റെ ബ്രെയിനിനെ സംവിധാനിച്ചത് അങ്ങോട്ട് പൊട്ടിമുളച്ചുണ്ടായതാണെന്ന് വിശ്വസിക്കാൻ മാത്രം മണ്ടന്മാരാണോ ദൈവനിഷേധികൾ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. നമ്മൾ കാണുന്ന സർവ്വതിനും സൃഷ്ടാവ് വേണം. അതുകൊണ്ടാണ് യുതാബി അൻഅമി റജുലിൻ മിൻ അഹ്ലി ദുനിയ, ഈ ലോകത്തെ സുഖസൗകര്യങ്ങൾ അനുഭവിച്ച ഏറ്റവും വലിയ കോടീശ്വരനായ മനുഷ്യനെ അയാൾ നരകത്തിലേക്ക് പോകേണ്ട വിശ്വാസിയായിരുന്നു, നരകത്തിലേക്ക് പോകേണ്ടവനാണ്. വഹുവ മിൻ അഹ്ലിന്നാർ, പടച്ചവനെ നിഷേധിച്ചവനോ അള്ളാഹുവിനെ അംഗീകരിക്കാത്തവനോ ബഹുദൈവ വിശ്വാസിയോ ആയിരിക്കണം. ഫയുസ്ബഗു ഫിൽ അദാബി സുബ്ഗ, നരകത്തിലേക്ക് അള്ളാഹു ഒന്നങ്ങ് മുക്കിയെടുക്കുന്നു. വളരെ പെട്ടെന്ന്, ഒരു ഇൻസ്റ്റന്റ് മുക്കൽ, പെട്ടെന്ന് മുക്കിയെടുക്കുന്നു, പുറത്തേക്ക് എടുത്തു. ثم يقال له, എന്നിട്ട് ആ മനുഷ്യനോട് ചോദിക്കും, യബ്ന ആദം ഹൽ റഅയ്ത ഖൈറൻ ഖത്തു, നിനക്കൊന്ന് ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ടോ നിന്റെ സുഖസൗകര്യങ്ങളൊക്കെ? ഹൽ മർറ ബിക നഈമുൻ ഖത്തു, നിനക്ക് അനുഗ്രഹങ്ങൾ ഉണ്ടായത് ഇപ്പൊ ഓർമ്മ വരുന്നുണ്ടോ? ഫയഖൂലു ലാ വല്ലാഹി യാ റബ്ബ്, ഇല്ല റബ്ബേ, എനിക്ക് ഓർമ്മ വരുന്നില്ല, എല്ലാം മറന്നുപോയി. ഒരൊറ്റ മുക്കലിൽ ഈ ലോകത്തിൻ്റെ എല്ലാ സുഖസൗകര്യങ്ങളും മറന്നുപോയി. സ്വന്തമായി
ഫ്ലൈറ്റുകൾ, സ്വന്തമായി ഹെലികോപ്റ്ററുകൾ, സ്വന്തമായ വിമാനങ്ങൾ, സ്വന്തമായ സംവിധാനങ്ങൾ, സ്വന്തമായ ഫാക്ടറികൾ, ഏതെല്ലാം സംവിധാനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, എപ്പോ എങ്ങനെ എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാനും ഓടിയെത്താനും കഴിഞ്ഞിരുന്ന ഈ ലോകത്തിൻ്റെ ഒരു പ്രയാസവും അറിയാതെ ജീവിച്ച ഒരു ദൈവനിഷേധി അല്ലാഹു നരകത്തിൽ ഒന്ന് മുക്കിയെടുത്തിട്ട് ഒരു ചോദ്യം: നീ ലോകത്തനുഭവിച്ച സുഖസൗകര്യങ്ങൾ ഇപ്പോൾ ഓർമ്മ വരുന്നുണ്ടോ? ലാ വല്ലാഹി യാ റബ്ബ്. നരകത്തിൻ്റെ ഒരു നിമിഷത്തെ അനുഭവത്തിലൂടെ ഭൂമിയിൽ ജീവിച്ച 60, 70, 80 കൊല്ലത്തിൻ്റെ സുഖസൗകര്യങ്ങൾ മുഴുവനും മറന്നുപോയിരിക്കുകയാണ്. وَيُؤْتَى بِأَشَدِّ أَهْلِ الدُّنْيَا بُؤْسًا مِنْ أَهْلِ الْجَنَّةِ. എന്നാൽ സ്വർഗത്തിലേക്ക് പോകേണ്ടിയിരുന്ന ഈ ലോകത്തിൻ്റെ സുഖസൗകര്യങ്ങളൊന്നുമേ അനുഭവിക്കാൻ കഴിയാതെ ജീവിച്ച, ദാരിദ്ര്യത്തിൻ്റെ കൂരിരുട്ടിൽ കഴിഞ്ഞ, വീട് പോലുമില്ലാതെ ഒരു നേരത്തെ അന്നത്തിന് പോലും വിഷമിക്കുന്ന, രോഗശൈലിയിൽ നിരന്തരം കിടന്നുരുണ്ട് കഴിയുന്ന, ഒരാൾ പോലും മൈൻഡ് ചെയ്യാത്ത, എന്നാൽ മനസ്സിനുള്ളിൽ തന്നെ പടച്ച സൃഷ്ടാവിനോട് ഒടുങ്ങാത്ത സ്നേഹമുള്ള സജ്ജനങ്ങളിൽ കഴിഞ്ഞുപോയ ഒരു മഹാനെ അല്ലാഹു സ്വർഗത്തിലങ്ങ് മുക്കിയെടുക്കും. അല്ലാഹു തആല നരകത്തിലേക്ക് ഒരു നിമിഷം അവരെ മുക്കിയെടുക്കും. അവരിൽ താടന മർദ്ദനങ്ങൾക്ക് വിധേയമായവരുണ്ടാകാം, പാമ്പിനെ തല്ലുന്ന പോലെ വടികൊണ്ട് തച്ച് കൊല്ലപ്പെട്ടവരുണ്ടാകാം, ജീവജാലങ്ങളോട് പോലും കാണിക്കാൻ മടിക്കുന്ന ക്രൂരതകൾക്ക് വിധേയമായവർ സ്വർഗത്തിലേക്ക് പോകുന്ന മനുഷ്യരിൽ അനുഭവിച്ചവരുണ്ട്. എന്നാൽ അവരെയൊക്കെ അല്ലാഹു സ്വർഗത്തിൽ ഒന്ന് മുക്കിയെടുക്കുമ്പോൾ ثم يقال له يا ابن آدم هل رأيت شرا قط. ആദമിന്റെ മോനെ, ഏതെങ്കിലും ഒരു ദുരിതം നിനക്ക് ഇപ്പോൾ ഓർമ്മയുണ്ടോ? ഹൽ മർറ ബിക ബുസുൻ ഖത്തു ഔ ഷിദ്ദ. ഏതെങ്കിലും ഒരു പ്രയാസം, ഒരു രോഗത്തിന്റെ വേദന നിനക്കിപ്പോൾ ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സ്വർഗത്തിലേക്കൊന്ന് മുങ്ങിയെണീറ്റ ഒരു മനുഷ്യൻ പറയുന്ന മറുപടി: ലാ വല്ലാഹി യാ റബ്ബ്. ഇല്ല റബ്ബേ, ഓർമ്മയില്ല, എല്ലാം മറന്നുപോയി റബ്ബേ. നിന്റെ സ്വർഗം കാണുമ്പോൾ ലോകത്തിൻ്റെ കഴിഞ്ഞ കാലങ്ങളിലെ എല്ലാ ദുരിതങ്ങളും മറന്നുപോയി റബ്ബേ. ഇതെന്തൊരു സുഖമാണ്, ഇതെന്തൊരു ആനന്ദമാണ് റബ്ബേ. സ്വർഗം എന്തൊരു മനോഹരമാണ്. ഇതിനോട് തുലനം ചെയ്യുമ്പോൾ എൻ്റെ കൊച്ചുകാലത്തെ ദുനിയാവിലെ ജീവിതത്തിലെ ദുരിതങ്ങൾ എത്ര നിസ്സാരമാണ് റബ്ബേ എന്ന് മനുഷ്യൻ വിളിച്ചു പറയുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഓരോ നിമിഷത്തിലും ശ്വാസമെടുക്കുന്ന നമ്മുടെ ശ്വാസം അങ്ങ് നിലച്ചുപോയാൽ കാണുന്ന ഒരു ലോകത്തിൻ്റെ അനുഭവമാണിത്. മരണം എന്ന നമുക്കാർക്കും ഒരു പ്രഡിക്ഷനും വിധേയമാവാൻ, ഒന്നും ചെയ്യാൻ പറ്റാത്ത, ഒരു മുൻകരുതലെടുക്കാൻ പോലും പറ്റാത്ത, പ്രതിരോധം ചെയ്യാൻ പറ്റാത്ത, ഏതൊക്കെ വഴിയിലൂടെയാണത് വരികയെന്ന് പോലും അറിയാത്ത ആ ഒരു മരണമെന്ന അവസാനത്തെ, ഈ ലോകത്തിൻ്റെ അവസാനവും നാളത്തെ പരലോകത്തിൻ്റെ ആദ്യ ദിവസവുമായ ആ ഒരു മരണം നടക്കുന്ന നാളിനോട് ചേർത്ത് വെക്കുമ്പോൾ പരലോകത്തിൻ്റെയും ഈ ലോകത്തിൻ്റെയും അനുഭവങ്ങൾ രണ്ടാണ് എന്ന് പുണ്യനബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു കോഴിക്കുഞ്ഞ് ഒരു മുട്ടയിൽ നിന്ന് വിരിഞ്ഞു പുറത്തിറങ്ങുന്ന പോലെ കോഴിക്കുഞ്ഞിൻ്റെ ശരീരത്തിൻ്റെ പൂർണ്ണ വളർച്ചയെത്തി ആ കോഴിക്കുഞ്ഞു തന്നെ അതിൻ്റെ മുട്ടയുടെ തോട് കുത്തിപ്പൊളിച്ച് പുറത്ത് കിടക്കുന്ന പോലെ ലോകം ഭൗതികമായി ലോകത്തിൻ്റെ ആ ഒരു കവചം കൊത്തി തുറന്നുകൊണ്ട് പൊട്ടിച്ചുകൊണ്ടാണ് നമ്മൾ മരണത്തിലേക്ക്, പരലോകത്തേക്ക്, ഖബറിലേക്ക് ജീവിതം ആരംഭിക്കുന്നത്. കോഴിക്കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ആ പൊട്ടിക്കുന്നത് എന്ന പോലെ മനുഷ്യരുടെ മരണം എല്ലാം അവസാനിച്ചു തീരുന്നതല്ല എന്നും അള്ളാഹുവിൻ്റെ മുമ്പിലേക്കുള്ള യാത്രയുടെ ആദ്യപടിയായ ആലമുൽ ബർസഖ് എന്ന വിശാലമായ ലോകത്തിൻ്റെ ഒരു തുടക്കമാണത്രേ അത്. ബിസ്മില്ലാഹ്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അഊദു ബില്ലാഹിസ് സമീഇൽ അലീം മിനശ് ശൈത്വാനിർ റജീം. يا أيها الذين آمنوا ما
ലക്കും ഇദാ ഖീല ലക്കും انفിറൂ ഫീ സബീലില്ലാഹ് إذا قيل لكم انفروا في سبيل الله اثاقلتم إلى الأرض أرضيتم بالحياة الدنيا من الآخرة فما متاع الحياة الدنيا في الآخرة إلا قليل إلا تنفروا يعذبكم عذابا أليما ويستبدل قوما غيركم ولا تضروه شيئا والله على كل شيء قدير يا أيها الذين آمنوا ഹൃദയത്തിൻ്റെ ഉള്ളിൽ അള്ളാഹുവിനെ സ്രഷ്ടാവായും പുണ്യ നബിയെ അന്ത്യപ്രവാചകരായും വിശ്വസിക്കുന്ന ജനങ്ങളെ, മാലക്കും ഇദാ ഖീല ലക്കും ഫിറൂ ഫീ സബീലില്ലാഹി സാഖൽതും ഇലൽ അർള്, നിങ്ങളുടെ രാജ്യത്തിനോ നാടിനോ നിങ്ങളുടെ വിശ്വാസത്തിനോ ഒരു ഭീഷണി ഉണ്ടാകുമ്പോൾ, അവിടുത്തെ ഭരണാധികാരി ഒരു യുദ്ധം പ്രഖ്യാപിക്കുമ്പോൾ മരണം പേടിച്ചുകൊണ്ട് അല്ലാഹു ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. സൂറത്തു തൗബ. അർളീതും ബിൽ ഹയാത്തിദ് ദുനിയാ മിനൽ ആഖിറ, പരലോകത്തേക്ക് വരാൻ നിങ്ങൾക്ക് മടിയാണോ? പരലോകത്തേക്ക് വരാൻ നിങ്ങൾക്ക് മടിയാണോ? നിങ്ങൾക്ക് പരലോകത്തേക്കാളും ഇഷ്ടം ഭൗതിക ലോകമാണോ എന്ന അല്ലാഹുവിൻ്റെ ചോദ്യം. നിങ്ങൾക്ക് വരാൻ മടിയാണല്ലേ? ഫമാ മതാഉൽ ഹയാത്തിദ് ദുനിയാ ഫിൽ ആഖിറതി ഇല്ലാ ഖലീൽ. അനന്തമായ കണ്ണുകളെ കൊണ്ടോ ചിന്തയെ കൊണ്ടോ എത്തിപ്പിടിക്കാൻ കഴിയാത്ത പാരത്രിക ലോകത്തേക്ക് തട്ടിച്ചു നോക്കുമ്പോൾ ഈ ഭൗതിക ലോകം എത്ര ചെറുതാണെന്ന് നിങ്ങൾക്കറിയുമോ? അതിന് ബുദ്ധി കൊണ്ട് മനുഷ്യൻ ചിന്തിക്കണം. ഒരു വലിയൊരു ടവർ, ഒരു ബിൽഡിംഗ്, ഈ ഒരു മുനാര, ഇതൊരു ടവറാണ് അല്ലേ? ഈ മുനാരത്തിൻ്റെ ടവർ ഒരു കുഞ്ഞിനെ കൊണ്ടുവന്ന് നിർത്തിയിട്ട്, ഒരു 4 വയസ്സ് 5 വയസ്സുള്ള കുഞ്ഞിനെ നോക്കിയിട്ട് സൂര്യനെ ദൂരെ കാണിച്ചു കൊടുത്ത്, സൂര്യനാണോ ഈ ടവറാണോ വലുത് എന്ന് ചോദിച്ചാൽ കുഞ്ഞ് പറഞ്ഞേക്കാം ഈ ടവർ തന്നെ എന്ന്. ബുദ്ധിയുള്ളവർക്കറിയാം അതല്ലല്ലോ. സൂര്യൻ എത്ര മടങ്ങ്, എത്ര ലക്ഷക്കണക്കിന് മടങ്ങ് ഭൂമിയേക്കാൾ വലിപ്പമുണ്ട്. കുട്ടി പറയും അത് ചെറുതും ഇത് വലുതുമാണ്. സത്യത്തിൽ അതാണോ? അല്ല. ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടക്കുന്ന ഒരു കുഞ്ഞ് 9 മാസം, അറബ് കണക്ക് പ്രകാരം 10 മാസം പ്രായമായി കുഞ്ഞ് പ്രസവിച്ച് ഭൂമിയിലേക്ക് വരാൻ പോകുമ്പോൾ കുഞ്ഞിൻ്റെ ചെവിയിൽ ആരോ മന്ത്രിക്കുന്നു എന്ന് സങ്കല്പിക്കുക. മോനെ, നീ ഇനി പോകാൻ പോകുന്നത്, ഉമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്നാൽ നീ കാണാൻ പോകുന്ന ലോകം വിശാലമായൊരു ലോകമാണ് മോനെ. നിനക്കവിടെ ഫ്ലൈറ്റ് എടുത്ത് പറക്കാൻ പറ്റും, ഓടിക്കളിക്കാൻ പറ്റും, ചാടിക്കളിക്കാൻ പറ്റും. അരുവികളുണ്ട്, പുഴകളുണ്ട്, നദികളുണ്ട്, ആറുകളുണ്ട്, നിനക്ക് നീന്തി തുടിക്കാൻ പറ്റും എന്ന് ഒരു കൊച്ചു കുഞ്ഞിനോട് പറഞ്ഞാൽ, ഉമ്മയുടെ ഉദരത്തിൽ കൈയും കാലും പൂട്ടിപ്പിടിച്ച് കിടക്കുന്നൊരു കുഞ്ഞൊരു പക്ഷെ പറഞ്ഞേക്കാം, എന്ത് തമാശയാണ് നിങ്ങളീ പറയുന്നത്? ഞാൻ ഈ നിൽക്കുന്ന ലോകം എനിക്ക് സുരക്ഷിതമാണ്, ഞാൻ ഇവിടം വിട്ട് എവിടേക്കും വരാൻ ആഗ്രഹിക്കുന്നു പോലുമില്ല, എനിക്കിവിടം സുഖമാണ്. അങ്ങനൊരു വിശാല ലോകമുണ്ടെന്ന് പറഞ്ഞാൽ അതൊന്നും വിശ്വസിക്കാൻ എനിക്കാവുന്നില്ല, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടില്ലല്ലോ എന്ന് ഒരു പിഞ്ചു ശിശുവിന് പറയാൻ കഴിയുമെങ്കിൽ, അതുപോലെയാണ് ഈ ലോകം കഴിഞ്ഞ് അനന്തമായൊരു ആഖിറമുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ വിവരിക്കുമ്പോൾ ചില ആളുകൾക്ക് തോന്നുന്നത് അത് സംഭവിക്കുമോ? ഫമാ മതാഉൽ ഹയാത്തിദ് ദുനിയാ ഫിൽ ആഖിറ ഇല്ലാ ഖലീൽ. വളരെ നിസ്സാരമാണത്രേ ഈ ഭൗതിക ലോകം. 60-70 വയസ്സെന്ന് കഴിയുമ്പോഴേ, 63 കഴിഞ്ഞാൽ അഷ്റഫുൽ ഖൽഖ് തങ്ങളുടെ വയസ്സ് കഴിഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ നിന്ന് യാത്ര പോയ സമയമായി കഴിഞ്ഞു. അതിൻ്റെ മുമ്പും ശേഷവും എപ്പോഴും നമുക്ക് യാത്രയാവാം. ആ ഒരു യാത്രയെ നിങ്ങൾ പേടിക്കുകയാണോ?
അറളീതും ബിൽ ഹയാത്തി ദുനിയാ മിനൽ ആഖിറ. നിങ്ങളുടെ മെഹബൂബും സ്നേഹഭാജനവുമായ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ നിങ്ങൾക്ക് പേടിയാണോ? നിങ്ങൾ കൊതിക്കുന്നില്ലയോ? ഇവിടം വിട്ട് പോരില്ല എന്ന് നിങ്ങൾ പറയുകയാണോ എന്ന് ഖുർആൻ ചോദിക്കുന്നത്. ഭൗതികതയെ മാത്രം പ്രേമിക്കുന്ന, ഭൗതികതയാണ് എല്ലാം എന്ന് വിശ്വസിക്കുന്ന, ഈ കാണുന്ന ദൃശ്യപ്രപഞ്ചത്തിനപ്പുറം ഇനി ഒന്നുമില്ല എന്ന് വാദിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളെ ഒന്ന് അർത്ഥം വെച്ച് നോക്കൂ. എത്ര മനോഹരമാണിത്. അർദീതും ബിൽ ഹയാത്തി ദുനിയാ മിനൽ ആഖിറ. ചിന്തകൾ അനിവാര്യമാണ്. മനുഷ്യൻ അല്ലാഹു നൽകുന്ന ബ്രെയിൻ കേവലം തിന്നാനും കുടിക്കാനും ഭോഗിക്കാനും സുഖിക്കാനും മാത്രമുള്ളതല്ല. ആ ചിന്തകൾക്കപ്പുറം സൃഷ്ടിപരമായ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യേണ്ട ബുദ്ധിയാണിത്. കണ്ണുകളെ കൊണ്ട് കാണപ്പെടാൻ കഴിയാത്ത ലോകങ്ങളെ മനുഷ്യൻ്റെ ബൗദ്ധികമായ ബുദ്ധിപരമായ ചിന്തകളിലൂടെ കണ്ടെത്തേണ്ടതുണ്ട്. പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു രാത്രി എണീറ്റ് നിൽക്കുന്നു. പുണ്യ നബി നിസ്കരിക്കാൻ വേണ്ടി എണീറ്റതാണ്. സ്വഹീഹുൽ ബുഖാരിയിലുണ്ട് ആ ഹദീസ്. ഖാമൻ നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഇഹ്ദൽ ലയാലി. അന്ന് വിശുദ്ധമായ മദീന, പുണ്യ നബിയുടെ മദീന, ശാന്തസുന്ദരമായ മദീന, ഇസ്ലാം അതിൻ്റെ വളക്കൂറുള്ള മണ്ണായി അതിന് അല്ലാഹു നൽകിയ മദീന, പുണ്യനബിയുടെ ദീനിന്റെ പ്രചാരണം ദ്രുതഗതിയിൽ പടർന്നു പന്തലിച്ച മദീന, ദീനിന്റെ ആസ്ഥാനമാണ് അവിടെ. ലോകത്തിന്റെ ഗുരുവാണ് അവിടെയുള്ളത്. ലോകത്തിന്റെ അന്ത്യപ്രവാചകരാണ് അവിടെയുള്ളത്. മുസ്ലിമീങ്ങളുടെ കരളിന്റെ കഷ്ണമായ ഹബീബാണ് അവിടെയുള്ളത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മദീന ശാന്തമാണ്. എന്നും അന്നും ഇന്നും എപ്പോഴും അങ്ങനെയാണ്. ഹവാ പാകീസ പാകീസ, ഫിസാ സംജീദ സംജീദ, ബസ്വാറത്ത് ഖോ ഗയി ലേകിൻ ബസ്വീറത്ത് തോ സലാമത്ത് ഹേ, മദീന ഹംനെ ദേഖാ ഹേ മഗർ നാദീദ നാദീദ. ശാന്തമായ ഒരു രാവിൽ പുണ്യനബി എഴുന്നേറ്റിരിക്കുന്നു. അന്ന് ഇലക്ട്രിസിറ്റി ഇല്ല, വിളക്കുകളില്ല, ഊതിക്കത്തിക്കാൻ പോലും പറ്റാത്ത കല്ലുകൾ ഉരസി ഉണ്ടാക്കുന്ന തീപ്പെട്ടിയെ അന്നുള്ളൂ. ഇന്ന് കാണുന്ന തീപ്പെട്ടി പോലുമല്ല അത്. ഇരുളാണ്, ഇരുട്ടാണ്. ഒരു അലാം വെക്കാനുള്ള ക്ലോക്ക് പോലും ഇല്ല എന്ന് നമ്മൾ അറിയണം. ബോഡി ക്ലോക്കുകളെ വർക്ക് ചെയ്യുകയുള്ളൂ. ഞെട്ടി ഉണരുകയാണ്. എല്ലാവരും കിടന്നുറങ്ങുന്ന നേരം, മദീന നിശബ്ദമായി ഉറങ്ങുന്ന നേരം, ലോകത്തിന്റെ ഗുരു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാമ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ നൗമിഹി ഫീ ആഖിരിൽ ലൈൽ. രാത്രി വിട പറയാൻ പോകുന്ന രാത്രിയുടെ അവസാന യാമങ്ങളിൽ സുബ്ഹിക്ക് വാങ്ക് വിളിക്കാൻ ഒരു 1.5 മണിക്കൂർ ബാക്കി നിൽക്കെ, ഫതവല്ലഅ മിൻ ശന്നി ഖിർബത്തിൻ കാനത് മുഅല്ലഖ. അവിടുത്തെ പരിശുദ്ധമായ വീടിന്റെ ഉമ്മറത്ത് തൂക്കിയിട്ടിരുന്ന ഒരു തോൽപാത്രത്തിലെ വുദൂഇന്റെ വെള്ളമുണ്ട്. ആ വെള്ളം എടുത്ത് പുണ്യനബി വുദൂ ചെയ്തു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ثم نظر الى السماء. എന്നിട്ട് ആകാശലോകത്തേക്ക് നോക്കി നിന്നു പുണ്യ റസൂൽ. നോക്കണം, ആസ്ട്രോണമി പഠിക്കണം, ആസ്ട്രോണമി പഠിക്കണം, കോസ്മോളജി പഠിക്കണം, പ്രപഞ്ചത്തെ പഠിക്കണം. ഇത് അല്ലാഹുവിനെ അറിയാനുള്ള പുസ്തകമാണ്. അവിടുന്ന് ആകാശത്തേക്ക് കണ്ണുയർത്തി, തല ഉയർത്തി. എന്നിട്ട് സൂറത്തു ആലി ഇമ്രാനിലെ അവസാനത്തെ 10 ആയത്തുകൾ ആകാശം നോക്കി പുണ്യനബി ഓതുകയാണ്. അത് പ്രപഞ്ച സൃഷ്ടിപ്പിനെ കുറിച്ച് പറയുന്ന ആയത്താണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി واختلاف الليل والنهار لآيات لأولي الألباب الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا
സുബ്ഹാനക ഫഖിനാ അദാബന്നാർ റബ്ബനാ ഇന്നക മൻ തുദ്ഖിലിൻ നാർ ഫഖദ് അഖ്സൈതഹു വമാ ലിൽളാലിമീന മിൻ അൻസാർ. പുണ്യനബി ഓതുകയാണ്. ഈ ആയത്തുകൾക്ക് പ്രത്യേകതയുണ്ട്. സൂറത്ത് ആല ഇംറാനിലെ 190 മുതൽ താഴേക്കുള്ള ആയത്തുകൾ അറബി ഭാഷ അറിയുന്ന, ഖുർആനിൻ്റെ വ്യാഖ്യാനം അറിയാൻ കഴിവുള്ള ആളുകൾ, വായിച്ചെടുക്കാൻ കഴിയുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവര് അർത്ഥമറിയാതെ, അതിൻ്റെ ആശയം പഠിക്കാതെ വെറുതെ ഓതിപ്പോയാൽ പോലും കുറ്റകരമാണ് എന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞ ആയത്തുകളാണിത്. വെറുതെ ഓതിപ്പോയാൽ ശിക്ഷയാണത്രേ. ഓതണ്ട എന്നല്ല പറയുന്നത്. ആ ആയത്തുകളുടെ അർത്ഥം പഠിച്ചു വെക്കണം. സൂറത്ത് ആല ഇംറാനിൽ 190 മുതൽ താഴേക്കുള്ള ആയത്തുകൾ. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ അല്ലാഹു പടച്ചു വെച്ചത്, പ്രപഞ്ചത്തെ പടച്ചത്. സമാവാതു വൽ അർദ്, ആകാശങ്ങളും ഭൂമിയും എന്നത് പ്രപഞ്ചം ഒന്നാകെ എന്ന അള്ളാഹുവിൻ്റെ ഒരു രീതിയാണ് ഖുർആനിൻ്റെ അത്തഅബീറുൽ ഖുർആനി ലിൽ കൗൻ. പ്രപഞ്ചത്തെക്കുറിച്ച് അള്ളാഹ് ഉപയോഗിക്കുക അങ്ങനെയാണ്. സമാവാതു വൽ അർദ്, പ്രപഞ്ചത്തിന് ഒരു കേന്ദ്രബിന്ദു ഉണ്ടെങ്കിൽ ആ കേന്ദ്രം എവിടെയാണെന്ന് ഇന്ന് നമുക്കറിയില്ല. താരസമൂഹങ്ങളുടെ സമൂഹമാണ് പ്രപഞ്ചം. താരസമൂഹങ്ങളുടെ സമൂഹം. മിൽക്കി വേല നമ്മളുള്ളത് ക്ഷീരപഥത്തിൽ. നമുക്ക് ചുറ്റുവട്ടങ്ങളിലും ആയിരക്കണക്കിനെന്നല്ല, ദശലക്ഷക്കണക്കിനെന്നല്ല, ബില്യൺ കണക്കിന് താരസമൂഹങ്ങളുണ്ട്. ഓരോ താരസമൂഹത്തിലും മോർ ദാൻ എ ബില്യൺ നക്ഷത്രങ്ങളുണ്ട്. ഓരോ നക്ഷത്രവും ഭൂമിയെക്കാളും 10 മടങ്ങ് വലുപ്പമുള്ളത്. പടച്ചവനെ, നീ പടച്ച ഈ പ്രപഞ്ചത്തിനൊരു കേന്ദ്രമുണ്ടെങ്കിൽ ആ കേന്ദ്രം ഭൂമിയാവണം എന്നൊരു സൂചന ഖുർആനിലുണ്ട്. നമ്മൾ തറപ്പിച്ചു പറയുകയല്ല. അതുകൊണ്ടാണ് സമാവാതു വൽ അർദ്, ആകാശങ്ങളും ഭൂമിയും എന്ന് പറയുന്നത്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്, നമ്മൾ കാലുകൊണ്ട് ചവിട്ട് നടക്കുന്ന ഭൂമി. എവിടുന്നാണ് മൺതരികൾ ഉണ്ടായത്? ഇല്ലായ്മയിൽ നിന്ന്. എവിടെന്നാണ് പാർപ്പൊടികൾ ഉണ്ടായത്? എവിടെന്നാണ് ചെടികൾ രൂപപ്പെട്ടത്? എവിടെന്നാണ് കൊച്ചു കൊച്ചു ജീവികൾ ഉണ്ടാകുന്നത്, പക്ഷികൾ ഉണ്ടാകുന്നത്, റെപ്റ്റൈൽസുകൾ ഉണ്ടായത്, ഫ്ലൈസുകൾ ഉണ്ടായത്? എവിടുന്നാണ് ഇതൊക്കെ? ആരാണ് ഇവക്ക് ജീവൻ കൊടുത്തത്? ജീവൻ എന്നത്, ജീവൻ കൊടുത്ത ഒരാളുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. Where there is a life, there should be a life giver. ജീവനുള്ളിടത്ത് ജീവൻ കൊടുത്ത ഒരാൾ വേണം. ആ ജീവൻ കൊടുത്ത ആൾ ആരാണ് എന്ന അന്വേഷണം മനുഷ്യനെ എത്തിച്ചേരുന്നത്, മനുഷ്യൻ അവസാനം അതിന് ഉത്തരം കാണുന്നത് വിശുദ്ധ ഖുർആനിലൂടെയാണ്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്, ഭൂമിയെയും ആകാശങ്ങളെയും പടച്ചതിലുണ്ട് റബ്ബേ. വഖ്തിലാഫിൽ ലൈലി വന്നഹാർ, നട്ടുച്ച നേരത്ത് നമുക്ക് ഇങ്ങനെ കസേര ഇരിക്കാൻ പറ്റുമോ? ഈ മുടിക്കൽ മുസ്ലിം ജമാഅത്തിന്റെ ഈ മഹല്ല്, ഈ ഒരു പള്ളിയുടെ മുറ്റത്ത് വേരത്തിരിക്കാൻ പറ്റുമോ? ഇല്ല. രാത്രിയായി, രാത്രി കൂളാണ്, വളരെ തണുപ്പാണ്, ശാന്തമാണ്, വളരെ മനോഹരമാണ്. ഈ രാത്രിയെ അല്ലാഹു ഭൂമിയുടെ എല്ലാ ഭാഗങ്ങളിലും ഓവർലാപ്പ് ചെയ്യുകയാണ്, ഭൂമിയെ കവർ ചെയ്യുകയാണ്. ഒന്ന് ഗൂഗിൾ മാപ്പ് എടുത്താൽ കാണാൻ പറ്റും, ലൈവ് ഗൂഗിൾ മാപ്പുകൾ. ഇപ്പോൾ ഗ്ലോബ് എടുത്തു കഴിഞ്ഞാൽ ഒരു ഭാഗം, ഇപ്പോൾ UAE ഗൾഫ് നാടുകളൊക്കെ ഇങ്ങനെ ചിരിച്ചിരി പടിഞ്ഞാറോട്ട് അങ്ങ് ഈജിപ്റ്റ് വരെ ഏകദേശം ഇപ്പം ഇങ്ങനെ ഡാർക്കായി കാണും. അവിടെ നിന്ന് അങ്ങോട്ട് ആഫ്രിക്ക, അങ്ങ് അൾജീരിയ, അവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ പസഫിക്, അങ്ങോട്ടിങ്ങനെ കൂടിക്കൊണ്ടുവരിക. ഇരുളിങ്ങനെ മെല്ലെ 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 വന്നുകൊണ്ടിരിക്കുകയും അപ്പോഴും അവിടെ വെളിച്ചം, ഇവിടെ ഇരുട്ടിങ്ങനെ മെല്ലെ മെല്ലെ കവറായി ഭൂമിയെ അള്ളാഹു ഓവർലാപ്പ് ചെയ്യുമ്പോൾ ഭൂമി തിരിയുന്നു. അപ്പോഴേക്ക് ഇവിടെ നിന്ന് സൂര്യപ്രകാശം ഇവിടെ പകലായി മാറുന്നു. ഇരുളും പകലും അള്ളാഹു സംവിധാനിക്കാൻ ഈ പ്രപഞ്ചത്തെ എങ്ങനെ ഉരുട്ടിക്കൊണ്ടുപോകണം? അള്ളാഹു കൃത്യമായ സ്പീഡ് വേണം. ആ സ്പീഡിൽ വേരിയേഷൻ വന്നാൽ ഉദയാസ്തമയ സമയങ്ങൾ നമ്മൾക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. വളരെ പ്രിസൈസ്, ആക്യുറേറ്റ്, വളരെ മനോഹരമായി റബ്ബ് ഭൂമിയെയും സൂര്യനെയും ചന്ദ്രനെയും കൃത്യമായ പോയിന്റുകളിൽ കൊണ്ടുപോയി നിർത്തിയപ്പോഴാണ് ഇവിടെ രാവും പകലും ഉണ്ടായത്. ഇതൊരു ബിഗ് ബാങ്ങിൻ്റെ ഒരു റാൻഡം പ്രോസസ് എന്ന് എങ്ങനെ പറയാൻ കഴിയും? ഒരു ഡിസൈനർ വേണ്ടയോ? ഒരു ഫാഷനർ നിർബന്ധമല്ലേ?
പ്രപഞ്ചം, the world exhibits shapes. പ്രപഞ്ചത്തിന് ഡിസൈൻ ഉണ്ട്, ഷേപ്പ് ഉണ്ട്. The design demands a designer. അല്ലാഹു അൽ മുബ്ദിഅ, ഡിസൈനറാണ്. അല്ലാഹു ഡിസൈനറാണ്. പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവുണ്ട്. ഇതാണ് നമ്മുടെ വിശ്വാസം. അതാണ് ഹബീബ് നമ്മളെ പഠിപ്പിച്ചത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രപഞ്ചത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ആയത്ത് പുണ്യ നബി അന്ന് രാത്രിയിൽ മദീനയുടെ നിശബ്ദതയിൽ വുദുവെടുത്ത് നബി തങ്ങൾ 2 റക്അത്ത് നിസ്കരിക്കാറുണ്ട്. 4 റക്അത്ത്, 8, 13, 20, 30 എണ്ണമറ്റ റക്അത്തുകൾ ഹബീബിന്റെ രീതിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അന്നൊരു രാത്രി വുദുവെടുത്ത് നബി തങ്ങൾ പുറത്തേക്കിറങ്ങി ഈ ആയത്തുകൾ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുകയാണ്. പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പ് എത്ര മനോഹരമാണ് റബ്ബേ. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വന്നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ്. പ്രപഞ്ചത്തെ അല്ലാഹു പടച്ചു സംവിധാനിച്ചത് എവിടുന്നാണ് താരസമൂഹങ്ങൾ ഉണ്ടായത്, എവിടുന്നാണ് സൂര്യൻ ഉണ്ടായത്, എവിടുന്നാണ് സൂര്യന് കൃത്യമായ വെളിച്ചം അല്ലാഹു നൽകുന്നത്. ആ വെളിച്ചത്തിൽ ഏറ്റക്കുറവുകൾ വരുന്നുണ്ട്. ആ വെളിച്ചം വളരെ കൃത്യമാണ്. ഭൂമിയിലെ ജീവന്റെ നിലനിൽപ്പിന് വളരെ അനുയോജ്യമായ രീതിയിൽ അല്ലാഹു കൊടുക്കുന്ന ഈ ഹീറ്റ് എന്തുകൊണ്ട് തീർന്നു പോയില്ല? കോടാനുകോടി കൊല്ലങ്ങളായില്ലേ സൂര്യൻ കത്താൻ തുടങ്ങിയിട്ട്? കാർബണും ഹീലിയവും അടക്കമുള്ള മൂലകങ്ങളുടെ പ്രവർത്തനങ്ങളുടെ നടന്നുകൊണ്ടിരിക്കുന്നു. എവിടെന്നാണ് ഇതൊക്കെ സംഭവിക്കുന്നത്? ആരാണ് ഇതിനെ കൃത്യമായി കൊണ്ട് നടക്കുന്നത്? സൂര്യപ്രകാശമില്ലെങ്കിൽ ഭൂമിയിൽ ജീവനില്ല. സൂര്യപ്രകാശമില്ലെങ്കിൽ ജീവൻ നിലനിൽക്കില്ല ഭൂമിയിൽ. ഇവയൊന്നുമില്ലെങ്കിൽ മനുഷ്യർക്കും പിടിച്ചു നിൽക്കാൻ കഴിയുക പോലുമില്ല. അല്ലാഹുവേ, വശംസി വളുഹാഹാ, സൂര്യനെ തന്നെയാണ് സത്യം, സൂര്യന്റെ പ്രകാശത്തെ തന്നെയാണ് സത്യം. സൂര്യപ്രകാശം, ഫോട്ടോസിന്തസിന്റെ കാര്യം മാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ. പ്രപഞ്ചത്തിൽ ഭൂമിയുടെ കാലാവസ്ഥയെ നിയന്ത്രിക്കുന്നത് സൂര്യന്റെ ചൂടാണ്. കാലാവസ്ഥകൾ മാറി മാറി വരുന്നത് സൂര്യപ്രകാശത്തിന്റെ ഇടപെടലാണ്. അതുകൊണ്ടാണ് സൂര്യപ്രകാശത്തെ അല്ലാഹു സത്യം ചെയ്തു പറഞ്ഞു, വല്ലുഹാ വല്ലൈലി ഇദാ സജാ. സൂര്യന്റെ പ്രഭയെ തന്നെയാണ് സത്യം, ഇരുൾ മൂടുന്ന രാത്രിയെ തന്നെയാണ് സത്യം, പ്രഭ പരത്തുന്ന പകലിനെ തന്നെയാണ് സത്യം. വന്നഹാരി ഇദാ തജല്ലാ. എത്രയാണ് അല്ലാഹു നമ്മളോട് ചിന്തിക്കാൻ പറയുന്നത്, അല്ലാഹു ആഹ്വാനം ചെയ്യുന്നത്. പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന് ഓതുകയാണ്. അള്ളാഹുവിൻ്റെ ഈ സൃഷ്ടിപ്പിലൊക്കെ ഒരുപാട് പാഠങ്ങളുണ്ട്, ചിന്തിക്കാനുണ്ട്. വെറുതെ ഒന്ന് ചെന്ന് ഒരു സീന് കാണുമ്പോൾ, ഒരു വാട്ടർഫാൾ കാണുമ്പോൾ, ഒരു ചെടി കാണുമ്പോൾ, പൂക്കൾ കാണുമ്പോൾ, പുഴ കാണുമ്പോൾ, ബീച്ച് കാണുമ്പോൾ ഒരു ഫോട്ടോ എടുത്ത് സെൽഫി എടുത്ത് പോരാൻ മാത്രമുള്ളതല്ല. നീ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഈ ഭൂമി അല്ലാഹു എത്ര കൃത്യമായ ലെവലിലാണ് വെള്ളത്തെ അല്ലാഹു നിർത്തിയിട്ടുള്ളത്. ആ വെള്ളം ഓവർഫ്ലോ ആവുന്നില്ല. ബീച്ചുകളിൽ നിൽക്കുകയാണ്, കരകവിഞ്ഞൊഴുകുന്നില്ല. അത് ഭൂമിയാണെങ്കിലോ ഉരുണ്ടത്. ഒരു ഉരുണ്ട പാത്രത്തിൽ നമ്മൾ വെള്ളമൊഴിച്ചാൽ ആ വെള്ളം താഴേക്ക് പോകില്ലേ? ആ വെള്ളം മുഴുവനതിനെ കവർ ചെയ്യില്ലേ? ഈ ഉരുണ്ട് കിടക്കുന്ന ഭൂമിയിലെ കരയുടെ 2/3 ഭാഗം വെള്ളം എങ്ങനെയാണ് ഗ്രാവിറ്റി കൊണ്ട് അല്ലാഹു പിടിച്ചു നിർത്തുന്നത് എന്ന് നമ്മൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ ചിന്തിപ്പിക്കുകയാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലദീന യദ്കുറൂനല്ലാഹ്. ആർക്കാണ് ഇതിലൊക്കെ പാഠങ്ങളുള്ളത് എന്നറിയണേ. ആർക്കാണ് പാഠങ്ങൾ പഠിക്കാൻ പറ്റുക? ഇതൊക്കെ വെറുതെ ഒരു റാൻഡം പ്രോസസ് എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന ചിന്തയെ അടിയറവ് വെച്ചവരോട് വിശുദ്ധ ഖുർആൻ ചോദിക്കുകയാണ്, നിങ്ങൾ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് ഉണ്ട് എന്ന് പറഞ്ഞ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ടോ? ഒരു ഗവേഷണം നടത്തുമ്പോഴേ ഒരു ഗവേഷണ വിദ്യാർത്ഥി എന്താ ചെയ്യുക? താൻ ഉദ്ദേശിക്കുന്ന ആ വിഷയം അതിലുണ്ട് എന്ന ഭാവനയിലാണ് ഗവേഷണം തുടങ്ങുക. അപ്പോഴാണ് വിവിധ വഴികളിലൂടെ റിസൾട്ടിലേക്ക് എത്തുള്ളൂ. പടച്ചവനെ നിഷേധിക്കുന്നവർ ആദ്യം ഗവേഷണം തുടങ്ങുന്നത് ഇല്ല എന്ന് പറഞ്ഞിട്ടാ, ഉണ്ട് എന്ന് പറഞ്ഞു തുടങ്ങിയെങ്കിലല്ലേ അന്വേഷണം ജയിക്കുന്നുള്ളൂ. അള്ളാഹുവിൻ്റെ വിഷയത്തിൽ മാത്രം അത് ചെയ്യൂല. നോക്കണേ, എത്ര വലിയ ദൗർഭാഗ്യമാണത്, എത്ര വലിയ നഷ്ടമാണ്. അല്ലദീന യദ്കുറൂനല്ലാഹ്, അല്ലാഹുവിനെ ഓർക്കുന്നവർ. എങ്ങനെയൊക്കെ? ഖിയാമൻ, നിന്നുകൊണ്ടും, ഖുഊദൻ, ഇരുന്നുകൊണ്ടും പടച്ചവനെ ഓർക്കുന്നവർ.
വഅലാ ജുനൂബിഹിം, എഴുന്നേൽക്കാൻ പോലും കഴിയാതെ കിടപ്പറകളിൽ ബെഡുകളിൽ കിടന്ന് ഒന്ന് എണീക്കാൻ കഴിയാതെ അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളിൽ വിധേയമാകുന്ന രോഗികൾ പോലും, കിടന്നുറങ്ങുന്ന മനുഷ്യരടക്കം, ഇവരെല്ലാം പടച്ചവനെ ഓർക്കുന്നവരാണെങ്കിൽ അവർ ബുദ്ധിമാനികളാണ്. വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർള്, ഈ പ്രപഞ്ചത്തെ കണ്ണുകൊണ്ട് കാണുമ്പോൾ ഒന്ന് പറയണേ സുബ്ഹാനല്ലാഹ്, അല്ലാഹുവേ നീ എത്ര പരിശുദ്ധനാണ്. സുബ്ഹാനകൽ ഖാലിഖ്, സൃഷ്ടാവായ റബ്ബേ നീ എത്ര പരിശുദ്ധനാണ് എന്ന് പറയേണ്ടതിനു പകരം അള്ളാഹുവിനെ നിഷേധിക്കുന്നത് എത്ര വലിയ പാതകമാണ്. റബ്ബനാ മാ ഖലഖത ഹാദാ ബാതിലാ, ഈ പ്രപഞ്ചത്തെ നീ വെറുതെ പടച്ചതല്ലല്ലോ റബ്ബേ. ഫഖിനാ അദാബന്നാർ, അതുകൊണ്ട് നിന്നെ നിഷേധിക്കുന്നവർക്ക് നീ ഉണ്ടാക്കി വെച്ച നരകം, ആ നരകത്തിലേക്ക് പോകാതെ ഞങ്ങളെ കാക്കേണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് എത്രേ ബുദ്ധിമാനികൾ. അവർക്കാണ് തലച്ചോറുള്ളൂ എന്ന് വിശുദ്ധ ഖുർആൻ. ദൈവനിഷേധികൾക്ക് എന്ത് ബുദ്ധിയുണ്ടെന്നാണ് നിങ്ങൾ അംഗീകരിക്കുന്നത്? പ്രപഞ്ചത്തിൻ്റെ ആ ഒരു പ്രൈം മൂവറെ കണ്ടെത്താൻ കഴിയാത്തവർ, അങ്ങനെ ഒരു എഫക്റ്റ് വരുമ്പോൾ അതിന് കോസ് വേണമെന്ന നോർമൽ ലോജിക്ക് പോലും ചിന്തിക്കാൻ കഴിയാത്തവർക്ക് എന്ത് ബുദ്ധി എന്നാണ് നിങ്ങൾ പറയുന്നത്? വിശുദ്ധ ഖുർആൻ ചോദിക്കുകയാണ്, റബ്ബനാ ഇന്നക മൻ തുദ്ഖിലിൻ നാറ ഫഖദ് അഖ്സൈത വമാ ലിൽളാലിമീന മിൻ അൻസ്വാർ. പടച്ചവനെ, ഈ ലോകത്തെ കൊച്ചുനാൾ ഒരു 60-70 കൊല്ലത്തെ ഒരു ജീവിതം കഴിഞ്ഞ് പിന്നീട് പോകാനുള്ളത് നരകത്തിലേക്കാണെങ്കിൽ അത് എത്ര വലിയ ദുര്യോഗമാണല്ലോ, അത് എത്ര വലിയ പരാജയമാണ്. എന്നാൽ ആ ഒരു 60-70 വർഷക്കാലം പടച്ചവൻ അംഗീകരിച്ച് അള്ളാഹുവിനനുസരിച്ച് ജീവിച്ച് പിന്നീട് സ്വർഗത്തിലേക്ക് പോകാൻ കഴിയേണ്ടവർ, അവരല്ലയോ സൗഭാഗ്യവാന്മാർ എന്ന് അള്ളാഹു പറയുന്ന ഭാഗമാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ അന്ന് പുറത്തിറങ്ങി നടന്ന് ആകാശത്തേക്ക് നോക്കി ആയത്തിന്റെ ആശയങ്ങളിലൂടെ നബി തങ്ങൾ ജീവിക്കുകയായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മുഅ്മിനുകളെ, നമ്മുടെ ബുദ്ധി, തലച്ചോറ് അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൻ്റെ ദ മാർവൽ ഓഫ് ക്രിയേഷൻ, അതിൻ്റെ അത്ഭുതങ്ങളെ അഡ്മയർ ചെയ്യാനുള്ളതാണ്. പടച്ചതമ്പുരാനെ അർഹിക്കുന്ന ഡ്യൂ റെസ്പെക്റ്റ് നമ്മൾ കൊടുക്കേണ്ടവരാണ്.